Hi everyone, welcome back to Wisdom Academy classes. So നമ്മൾ സർക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സർക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ എക്സസൈസിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിലത്തെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും CBSE ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എത്ര പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ എടുത്താൽ തന്നെ 18 ചോദിച്ചിട്ടുണ്ട്, 19 ചോദിച്ചിട്ടുണ്ട്, 21 ചോദിച്ചിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 9th ക്വസ്റ്റ്യൻ. ഇതെന്തായാലും മിസ് ചെയ്യാണ്ട് തന്നെ പഠിക്കണം. കാരണം ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ 10th ലെവലിൽ നമ്മൾ ഒരു 4-5 പ്രാവശ്യമെങ്കിലും നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടാവും അല്ലേ. അത്രയും പീരിയോഡിക് എക്സാംസ്, മോഡൽ എക്സാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം പ്രാവശ്യം ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് നന്നായി ചെയ്ത് തന്നെ പഠിക്കുക. സർക്കിൾസിൻ്റെ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് മോഡൽ വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ സർക്കിൾസ് ചാപ്റ്ററിൽ വരുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. 9ാമത്തെ ക്വസ്റ്റ്യനും അതേമാതിരി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? xy and x dash y dash are the two parallel tangents. രണ്ട് parallel tangents ആണ് to a circle with center O and another tangent AB with point of contact C intersecting xy at A and x dash y dash at B. Prove that angle AOB equal to 90 ഡിഗ്രി. അപ്പം ഇത് തന്നെ ഒരു 4 പ്രാവശ്യം 2012, 13, 15, 16, 17 വരെ ചോദിച്ചിട്ടുണ്ട്. അതിന് ശേഷവും 18, 19, 20, 22 ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ്, അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു 9ാമത്തെ ക്വസ്റ്റ്യൻ. മസ്റ്റായിട്ടും ഇതെന്തായാലും പഠിച്ചു വയ്ക്കണം. അതേമാതിരി തന്നെ എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3. അതേമാതിരി തന്നെ ഈ ഒരു ചാപ്റ്ററിലെ അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ CBSE റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. ഇതൊക്കെ സ്റ്റാർ ഇട്ട് വെച്ച് തന്നെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിക്ക് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് XYയും X dash Y dashും രണ്ട് ടാൻജൻസ് ആണ്, രണ്ട് പാരലൽ ടാൻജൻസ് ആണ്. സെന്റർ O ഉള്ള ഒരു സർക്കിളിന്റെ രണ്ട് പാരലൽ ടാൻജൻസ് ആണ്. വേറെ ഒരു ടാൻജന്റ് AB നമ്മൾ വരയ്ക്കുന്നുണ്ട്, വിച്ച് ഇസ് മീറ്റിംഗ് ദ സർക്കിൾ അറ്റ് പോയിന്റ് C. ഇതൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? യു ഹാവ് ടു പ്രൂവ് ആംഗിൾ AOB 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. സോ കൺസ്ട്രക്ഷൻ നമ്മളിവിടെ ചെയ്യുന്നത് ഓയും സിയും തമ്മിൽ എന്ത് ചെയ്യാണ്? ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു പ്രൂവ് ദ കോൺഗ്രുവൻസി. നമുക്ക് ആദ്യം രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട്, അതായത് മുകളിൽ കിടക്കുന്ന ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ കൺസിഡർ ട്രയാങ്കിൾ OAP and triangle OAC. സിമിലർലി നിങ്ങൾക്ക് താഴത്തെ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തും കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുന്നു. സിമിലർലി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള രണ്ട് ട്രയാങ്കിളും അതേ രീതിയിൽ എഴുതി വെക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾ മുകളിലത്തെ എടുക്കുന്നില്ല, പകരം നിങ്ങൾക്ക് താഴത്തെ എടുക്കാനാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ. നമ്മൾ എങ്ങനെ വേണമെങ്കിലും എടുത്താലും നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം നമ്മൾ പ്രൂവ് ചെയ്യുന്നു, ബാക്കിയുള്ളത് നമ്മൾ സിമിലർ എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ OA equal to OA എന്ന് എഴുതാൻ പറ്റും, ബിക്കോസ് ദീസ് ആർ കോമൺ. നെക്സ്റ്റ് AP is equal to എന്ത് എഴുതാം? AC എന്ന് എഴുതാം, ബിക്കോസ് എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം പറയുന്നത് എന്താണ്? two tangents from external point അല്ലെ. two tangents or tangents from external point are equal in length. അതാണ് നമ്മുടെ എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം പറയുന്നത്. സോ റീസൺ എഴുതണം. റീസൺ എഴുതിയില്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് എന്തായാലും കുറയും. റീസൺ എന്തായാലും എഴുതാം. നെക്സ്റ്റ് നമുക്ക് എന്താ എഴുതാനായിട്ട് പറ്റും? ആംഗിൾ Pയും ആംഗിൾ P ആൻഡ് ആംഗിൾ C. ഈ രണ്ട് ആംഗിൾസ് എന്താണ്? 90 ഡിഗ്രി ആംഗിൾസ് ആണ് അല്ലെ. ബിക്കോസ് എന്താണ്? OP എന്ന് പറഞ്ഞിട്ടുള്ളത് റേഡിയസ് ആണ്. സോ ടാൻജന്റ് വന്ന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ P എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതേമാതിരി തന്നെ ഇവിടെ ഇതൊരു ടാൻജന്റ് ആണ്, ഇതൊരു റേഡിയസ് ആണ്. സോ അതിലെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലും 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ആംഗിൾ OPA ഈക്വൽ ടു ആംഗിൾ OCA is equal to 90 ഡിഗ്രി, ബിക്കോസ് tangents are perpendicular to
റേഡിയസിനോട് പെർപെൻഡിക്കുലർ ആണ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ ഇത്രയും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 കണ്ടീഷൻസ് കിട്ടി. Therefore triangle OAP is congruent to triangle OAC by SAS ക്രൈറ്റീരിയ എഴുതുന്നതിന് മുന്നേ തന്നെ 90 ഡിഗ്രി ഉള്ളത് കൊണ്ട് RHSന്റെ പോസിബിലിറ്റിയും കൂടെ ചെക്ക് ചെയ്യണം. ഇവിടെ OA എന്നുള്ളത് ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ RHS കോൺഗ്രുവൻസി ആണ് ഇവിടെ യൂസ് ചെയ്യണത് കേട്ടോ. SAS കോൺഗ്രുവൻസി അല്ല, RHS കോൺഗ്രുവൻസി ആണ്. So we got that triangle OAP and OAC are equal. Okay. അപ്പൊ ഇതിന്റെ CPCT കണ്ടീഷൻ ആയിട്ട് എന്താ എഴുതാൻ പറ്റും? ഇത് സിമ്പിൾ ആണ്. നമ്മൾ 9th കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. 2 ട്രയാങ്കിൾ എടുക്കുന്നു, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ട്രയാങ്കിൾ OAP is congruent to triangle OAC എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കോൺഗ്രുവൻസിയുടെ CPCT കണ്ടീഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്താ എഴുതാനായിട്ട് പറ്റും? ആംഗിൾ OAP is equal to ആംഗിൾ OAC CPCT എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലെ. അതായത് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഇനി എന്താണ്? ഈക്വൽ ആണ്. ദാറ്റ് ഈസ് OA is the bisector എന്നുള്ള രീതിക്കാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? AOB 90 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ AOB 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ ആണ് നമുക്ക് ഇവിടെ ആവശ്യം അല്ലെ. ആ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരുന്ന ആംഗിൾ ഏതാണ്? OAC ആണ്. അപ്പൊ നമുക്ക് OAP നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരുന്ന ഈ ആംഗിൾ ആണ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോ ഈ ക്രോസ് ഇട്ട് വെച്ചിട്ടുള്ള ആംഗിൾ ദാറ്റ് ഈസ് ആംഗിൾ OAC. OAC is equal to നമുക്ക് ഇനി എന്ത് എഴുതാനായിട്ട് പറ്റും? ഇറ്റ് ഈസ് ഹാഫ് ആംഗിൾ A എന്ന് പറയാൻ പറ്റും അല്ലെ. ബിക്കോസ് OAPയും OACയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ 2 ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് എയുടെ കൃത്യം ഹാഫ് ആയിരിക്കും ഈ 2 ആംഗിളും. ദാറ്റ് ഈസ് ആംഗിൾ OAC ഈക്വൽ ടു ഹാഫ് ആംഗിൾ PAB എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ബൈസെക്ടർ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു ട്രയാങ്കിളുടെ ഉള്ളിലത്തെ ആംഗിൾ ആവശ്യമുള്ളത് കാരണമാണ് നമ്മൾ OAC കൺസിഡർ ചെയ്തത് കേട്ടോ. ഓക്കെ. ഈ OAC തന്നെയാണ് OABയും അല്ലെ. ഈ സീനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എന്താത്തുന്നു? B എത്തുന്നു. അപ്പൊ ഇത് സെയിം സംഭവം തന്നെ നമ്മൾ ഇവിടെ ഒരു ആംഗിൾ വരച്ചിട്ട് ABC മാർക്ക് ചെയ്യാണ് എന്നുണ്ട്. ഞാൻ ABC 40 ഡിഗ്രി ആണെന്ന് പറയാണ്. എന്നിട്ട് ഞാൻ BCയുടെ ലൈനിൽ തന്നെ D എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആംഗിൾ ABD എന്ത് തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും. അതായത് ഒരു ലൈനിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ ആംഗിളിന് എന്ത് വരുന്നില്ല? വ്യത്യാസം വരുന്നില്ല. ദാറ്റ് മീൻസ് ആംഗിൾ OAC എന്ത് തന്നെയാണ്? ആംഗിൾ OAB തന്നെയാണ് അല്ലെ. ദാറ്റ് ഈസ് ആംഗിൾ OAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ആംഗിൾ PAB എന്ന് എഴുതാം. ബിക്കോസ് നമുക്ക് ട്രയാങ്കിൾ AOBയിലെ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ AOBയിലെ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ OAB എന്നുള്ള ഫുൾ ട്രയാങ്കിൾ വേണം എടുക്കാനായിട്ട്. അപ്പൊ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? OACക്ക് പകരം OAB എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫുൾ എടുത്തിട്ടുള്ളത്. ഓക്കെ. സോ ഐ എം മാർക്കിംഗ് ദിസ് ആസ് ഇക്വേഷൻ A. സിമിലർലി നമ്മൾ ഈ 2 ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതേ സെയിം പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ആംഗിൾസും CPCT കണ്ടീഷനിൽ ഈക്വൽ ആണെന്ന് എഴുതാനായിട്ട് പറ്റും. സോ സിമിലർലി വി ക്യാൻ റൈറ്റ് ദാറ്റ് സിമിലർലി വി ഗെറ്റ് എന്താണ്? ആംഗിൾ OBC. നമ്മൾ ഇവിടെയും നമുക്ക് ആംഗിൾ OBQയും OBCയും ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ OBC ഈക്വൽ ടു OBQ എന്നുള്ളത് നമുക്ക് CPCT കണ്ടീഷൻ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഓർ OBC നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ട്രയാങ്കിൾ ഈ ഒരു ആംഗിൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ആംഗിൾ ഈ ഒരു ട്രയാങ്കിളുടെ ഈ ഉള്ളിലത്തെ ഈ ഒരു ആംഗിൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആംഗിൾ OBC is equal to നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ആംഗിൾ QBA എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലെ. ദിസ് ഈസ് അവർ ഇക്വേഷൻ 2. നമുക്ക് OBC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെറിയ പോർഷൻ മാത്രം കിട്ടിയാൽ പോരാ. ബിക്കോസ് നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ OBA എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ വേണം അല്ലെ. നമ്മൾ എന്ത് എഴുതി? ദാറ്റ് ഈസ് ആംഗിൾ OBA is equal to ഹാഫ് ആംഗിൾ QBA എന്ന് എഴുതി. അപ്പൊ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അതേ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? മുകളിലത്തെ 2 ട്രയാങ്കിൾ എടുത്തു, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്തു, CPCT കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഏത് പാർട്ടാണോ വേണ്ടത് ആ രീതിക്ക് നമ്മൾ എന്ത് ചെയ്തു? റെപ്രസെന്റ് ചെയ്തു. ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ താഴത്തെ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻസി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടും. നമുക്ക് പക്ഷേ ഈ ഫുൾ ഇപ്പുറത്ത് കിടക്കുന്ന ആംഗിൾ വേണ്ട. സോ നമ്മൾ എന്ത് ചെയ്തു? ഉള്ളിൽ
കിടക്കുന്ന ഈ ഒരു ആംഗിളിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, എയിം ചെയ്തുള്ളൂ. സോ ആംഗിൾ ഒ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ആംഗിൾ ക്യൂ ബി എ എന്നാണ് എഴുതി. ഒ ബി സി മാത്രം പോരെ, നമുക്ക് ഫുൾ ആംഗിൾ ഒ ബി എ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒ ബി എ ഈക്വൽ ടു എന്ന് പറഞ്ഞെഴുതി. നെക്സ്റ്റ് എന്താണ്, നമുക്കറിയാം എക്സ് വൈയും എക്സ് ഡാഷ് വൈ ഡാഷും എന്താണ്, പാരലൽ ആണ് അല്ലെ. എക്സ് വൈ ആൻഡ് എക്സ് ഡാഷ് വൈ ഡാഷ് ആർ പാരലൽ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പി എ ബിയും ക്യൂ ബി എയും ആക്ച്വലി എന്താണ്, ഒരു ട്രാൻസ്വേഴ്സലിന്റെ ഉള്ളിൽ കിടക്കുന്ന സെയിം സൈഡിൽ കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ. കോ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്. ദാറ്റ് ഈസ് ആംഗിൾ പി എ ബി പ്ലസ് ആംഗിൾ ക്യൂ ബി എ ആക്ച്വലി എന്താണ്, 180 ഡിഗ്രി ആണ്. ബിക്കോസ് കോ ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ഇസ് സപ്ലിമെന്ററി. സെയിം സൈഡിൽ കിടക്കുന്ന കോ ഇന്റീരിയർ ആംഗിൾസ് എന്താണ്, സപ്ലിമെന്ററി ആണ്. ഞാനത് മാറ്റിയാണ് കേട്ടോ. ആംഗിൾ പി എ ബി പ്ലസ് ആംഗിൾ ക്യൂ ബി എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടി. ബിക്കോസ് കോ ഇന്റീരിയർ ആംഗിൾസ്, റീസൺ എഴുതണം, ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ഇസ് സപ്ലിമെന്ററി. ഇത് നമ്മൾ 9th പഠിച്ചിട്ടുള്ള തിയറാണ്. ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. ഇത്രയും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പി എ ബിയുടെയും ക്യൂ ബി എയുടെയും സമ്മ് ഇക്വേഷൻ എയും ഇക്വേഷൻ ബിയും ആഡ് ചെയ്താൽ എഴുതിയാൽ പറ്റൂല. ദാറ്റ് ഈസ് ഇക്വേഷൻ എ പ്ലസ് ഇക്വേഷൻ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നുണ്ടാവുക, ഇക്വേഷൻ എയുടെ ആർ എച്ച് എസ് എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ ബി എ ഇസ് ഈക്വൽ ടു ഹാഫ് ആംഗിൾ എന്താ എഴുതാനായിട്ട് പറ്റും, പി എ ബി പ്ലസ് ക്യൂ ബി എന്ന് എഴുതാൻ പറ്റും. സോറി, ആംഗിൾ ക്യൂ ബി എന്ന് എഴുതാൻ പറ്റും. രണ്ട് സൈഡ് രണ്ടിലും ഒരു ഹാഫ് ഉള്ളത് കാരണം ഞാനത് കോമൺ ആയിട്ട് ഹാഫ് എന്നുള്ള രീതി പുറത്തേക്ക് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഓർ വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് OAB plus OBA is equal to half into PAB plus QBA എത്രയാണ്, 180 ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. അതായത് OABയും OBAയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 90 ഡിഗ്രി ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ ട്രയാങ്കിൾ AOB, AOBയിൽ നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക, OAB പ്ലസ് OBA plus AOB is equal to 180 degree ആണ് angle sum property. or OAB plus OBA ഇപ്പൊ നമുക്ക് എന്താണ് കിട്ടിയിട്ടുണ്ട്, 90 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് ഇപ്പൊ എത്രയാണ് കിട്ടി, 90 ആണ് കിട്ടി. 90 plus angle AOB equal to 180 ആണ് കിട്ടി. or angle AOB is equal to 180 minus 90 is equal to 90 degree. അപ്പൊ ഇത്രേ ഉള്ളൂ ആൻസർ. ആംഗിൾ AOB 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ AOB നമുക്ക് ഇപ്പൊ എന്താന്ന് കിട്ടി, 90 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്, കുറച്ച് ലെങ്തി ആണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നു, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുന്നു, നമുക്ക് വേണ്ട രീതിക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, കോ ഇന്റീരിയർ ആംഗിളിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. ഇതെന്തായാലും നിങ്ങൾ ഒരു 2-3 പ്രാവശ്യങ്ങളിൽ തന്നെ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ലക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് നമ്മളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മളുടെ ടെക്സ്റ്റിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിന്റെ ഫിഗർ തന്നിട്ടില്ല, ഫിഗർ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ഇസ് സപ്ലിമെന്ററി ടു ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് അറ്റ് ദ സെന്റർ. അതായത് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് വരച്ചിട്ടുണ്ട്. സോ ഐ ഹാവ് ഡ്രോൺ 2 ടാൻജൻസ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് P. നമ്മളുടെ അടുത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ പോയിന്റ് വരച്ചിട്ടുള്ള ഈ ടാൻജൻസിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും
അതേമാതിരി തന്നെ ഈ ടാൻജൻസ് ഈ സർക്കിളിൽ മുട്ടുന്നുണ്ട് അല്ലെ, അതായത് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 പോയിന്റ്സ് മുട്ടുന്നുണ്ട്. ആ പോയിന്റ്സിൽ നിന്ന് സെന്ററിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ആംഗിളും തമ്മിൽ എത്രയാണ് സപ്ലിമെന്ററി ആണ് എന്ന് ഉണ്ടാക്കുന്നതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട് CBSE-യിൽ. അത് ഇങ്ങനെ ഡയറക്റ്റ് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും MCQയിലൊക്കെ ഒരു അപ്ലിക്കേഷൻ ലെവലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ആംഗിൾ തന്നിട്ട് ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ എന്താ ചെയ്താൽ മതി, 180 മൈനസ് ഈ ആംഗിൾ ചെയ്താൽ മതി. അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ്ലി 1-2 പ്രാവശ്യമാണ് ഇത് നേരിട്ട് ചോദിച്ചിട്ടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ MCQയിലായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് APBയും AOPയും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നതാണ് ഇതാക്കേണ്ടത്. സോ OA ആദ്യം എന്താ എഴുതാനായിട്ട് പറ്റും, പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. ആംഗിൾ OAP എത്രയാണ്, 90 ഡിഗ്രി ആണ് അല്ലെ, ബിക്കോസ് tangent is perpendicular to the radius at the point of contact. Similarly angle OBP എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. This angle and this angle is 90 degree because tangent is perpendicular to the radius at point of contact. Point of contact ല് tangent radiusനോട് എന്തായിരിക്കും, perpendicular ആയിരിക്കും. സിമിലർലി OAPB ഒരു ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ ക്വാഡ്രിലാറ്ററൽ അതായതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്താണ്, ആംഗിൾ OAP പ്ലസ് ആംഗിൾ PBO പ്ലസ് ആംഗിൾ AOB പ്ലസ് ആംഗിൾ APB is equal to 360 ഡിഗ്രി അല്ലെ. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നുണ്ടാവുക, 360 ഡിഗ്രി ആണ്. അതിൽ ആംഗിൾ OAP എത്രയാണ്, 90 ആണ്. അതേമാതിരി തന്നെ OBP എത്രയാണ്, 90 ആണ്. ബാക്കി റെസ്റ്റ് പെൻഡിങ് ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്, ആംഗിൾ AOBയും ആംഗിൾ APB ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി or 180 പ്ലസ് ആംഗിൾ AOB plus angle APB equal to 360 എന്ന് കിട്ടി. or angle AOB plus angle APB is equal to 360 minus 180, that is 180 degree. എന്താണ് കിട്ടി, ആംഗിൾ AOBയും ആംഗിൾ APBയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടി, സപ്ലിമെന്ററി തന്നെയാണെന്ന് കിട്ടി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മെയിൻ ആയിട്ടും അങ്ങനെ തന്നെ ചോദിക്കുന്നതിന് പകരം MCQയിലാണ് കേട്ടോ കൂടുതൽ സാധ്യത ചോദിക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി പഠിച്ചു വയ്ക്കുക. ഒന്നുമില്ല, 2 സ്റ്റെപ്പേ ഉള്ളൂ. ഈ 2 ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് എഴുതുക, ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, 180 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി അടുത്ത സെഷനിൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. ബോർഡ് എക്സാംസ് ഒരുവിധം എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ബാങ്കിങ് ഉള്ളവർക്ക് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് സാൻസ്ക്രിറ്റ് എക്സാം ആണ്. ഇനി അങ്ങോട്ടേക്ക് ഹിന്ദി വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ മാത്സിലേക്ക് എത്തും. മാത്സ് എത്താൻ അധികം സമയമില്ല. വൺസ് എക്സാം സ്റ്റാർട്ട് ചെയ്താൽ നമുക്കറിയാമല്ലോ, നമ്മൾ ആ ഒരു ടെൻഷനിൽ ദിവസങ്ങൾ പോകുന്നതേ അറിയുന്നുണ്ടാവില്ല. അപ്പം എന്തായാലും ഏതൊരു എക്സാമിൻ്റെ ഇടയിലായാലും നിങ്ങൾ സ്വയം മാത്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എന്ത് ചെയ്യണം, കണ്ടുവച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. റെഗുലർ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് മാത്സ് ഒന്നാമത് സമയത്തിന് എഴുതി തീരാത്തതാണ് മെയിൻലി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഇനി ഫേസ് ചെയ്യാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യാം, നല്ല സ്പീഡിൽ. അതായത് ഒരു 5 മിനിറ്റ് സമയം സെറ്റ് ചെയ്തിട്ട് എത്ര ക്വസ്റ്റ്യൻസ് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, MCQ പാർട്ട് എടുക്കുക. MCQ പാർട്ടിൽ 20 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ എത്ര നേരം എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. എന്നിട്ട് എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, എങ്ങനെ ടൈം മാനേജ് ചെയ്താലാണ് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്ത് തീർക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, കണ്ടെത്താം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലെവൽ ഓഫ് സ്പീഡായിരിക്കും. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് എന്തായാലും 3 hours-നുള്ളിൽ 80 മാർക്സ് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഫൈനൽ എക്സാം ആണ്, നമുക്കിനി സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ ടൈം മാനേജ് ചെയ്ത് എന്തായാലും നിങ്ങൾ തന്നെ എക്സാം ഹാളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ടൈം നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം, മൈൻഡിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഒരു പാർട്ടിൽ എന്ത് ചെയ്യരുത്, കടിച്ചു പിടിച്ചിരിക്കരുത്. ആ ഒരു പാർട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട, അതവിടെ നിർത്തുക, അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യാം, നന്നായി എക്സാംസ് എഴുതുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.